ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു മാസത്തെ വ്രതവും കാത്തിരിപ്പിനും ശേഷം ഇന്നാണ് അവർ ശബരിമല യാത്ര തുടങ്ങുന്നത് കേട്ടോ. അച്ഛനും അമ്മയും രംശേട്ടനും കൂടിയിട്ടാണ് പോകണം. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കൊക്കെ ഇറങ്ങി 4 മണിയാകുമ്പോഴേക്കും നമ്മൾ ഗുരുവായൂരെത്തി ആദ്യം ഞാൻ ചെയ്യുന്നത് മുല്ലപ്പൂവാണ്. അതല്ലാത്തൊരു പരിപാടിയില്ല കേട്ടോ എനിക്ക്. അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണല്ലേ. അപ്പോൾ നമ്മളൊരു 4 മണിയോടുകൂടി അവിടെ എത്തി. കാരണം ഒരു 4:30 ആകുമ്പോൾ കെട്ട് നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ആഗ്രഹമായിരുന്നു, അമ്മ ആദ്യമായിട്ടാണ് ശബരിമല പോണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ടെൻഷനൊക്കെ അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കെട്ട് നിറച്ച് പോകണം എന്ന് നമുക്കൊരു ആഗ്രഹം. അപ്പോൾ ഒരു നമ്മൾ 4-4:30 ആകുമ്പോഴേക്ക് എത്തിക്കഴിഞ്ഞാൽ വേഗം കെട്ട് നിറച്ച് നമുക്ക് ശബരിമലയ്ക്ക് പോകാം. അവിടെ നിന്ന് ഒരു 10 മണിക്കൂറുണ്ട്. അപ്പോൾ രംശേട്ടൻ്റെ വീട്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കെട്ടുനിറയും കാര്യങ്ങളൊന്നും ക്യാമറയിൽ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോണും ഇതൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു കെട്ടുനിറ. സോ നമുക്കതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കെട്ടുനിറയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തൊഴുത് എല്ലാം വന്നപ്പോഴേക്കും കുറച്ച് സമയമായി കണ്ടോ. പുറത്ത് നേരം ഇങ്ങനെ വെളുത്തു. അപ്പോൾ ഒരു 7 മണിയോടുകൂടി, ഒരു 6-6:30-7 മണിയോടുകൂടി അവർ ഇവിടുന്ന് പോയി. അവർ പോയതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഷോപ്പിങ്ങും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെയാണ് കേട്ടോ പോയത്. അപ്പോൾ രംശേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മയ്ക്ക് അത്ര ദൂരം നടക്കാനുള്ള ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അമ്മ പോയില്ല. അപ്പോൾ പിന്നെ അച്ഛനും പോയില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഇവർ 3 പേരും മാത്രം ശബരിമല പോയത്. പിന്നെ ഇവരെല്ലാവരും ഓൾറെഡി ഒരു പ്രാവശ്യം പോയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് കാണാൻ പോകുന്നത് കുറച്ച് ശബരിമല വിശേഷങ്ങളാണ്. രംശേട്ടൻ എനിക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ പോയത്. അപ്പോൾ എനിക്കതൊക്കെ ഒന്ന് കാണാനും ഓർമ്മ പുതുക്കാനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്കും ഇതൊക്കെ കണ്ട് ഒന്ന് ആസ്വദിക്കാമല്ലോ അല്ലേ. ഇതാണ് എരുമേലി പേട്ടത്തുള്ളൽ. ഇതറിയാത്തവരുണ്ടാവില്ല. ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നവർ എന്തായാലും എരുമേലി പോയിട്ട് പോകണമെന്നാണ് പറയുക. അയ്യപ്പോ അയ്യപ്പോ സ്വാമി സ്വാമി. പോകുന്ന വഴിക്ക് നല്ല മഴയായ കാരണം ഇവർ ഒരു ഈവനിങ് ഒരു 7 മണിയോട് കൂടിയിട്ടാണ് എത്തിയത്. അപ്പം തന്നെ കയറാമെന്ന് വിചാരിച്ചു. കാരണം രാത്രിയും തൊഴാം, നെക്സ്റ്റ് ഡേ രാവിലെയും തൊഴാം. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും. കാരണം 1-ാം തീയതി ആയിരുന്നു. തലേ ദിവസം നട തുറക്കുന്ന കാരണം അധികം തിരക്കുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ 3 പേർക്കും രാത്രി നട അടയ്ക്കണതിൻ്റെ മുന്നേ പോയിട്ട് നന്നായി തൊഴാൻ പറ്റി. രാത്രി ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു. പിന്നെ 1-ാം തീയതി ആയിരുന്നില്ല, എൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ കണ്ടോ ഇത്രയും ഒരു ക്ലിയർ ആയിട്ട് നമുക്കിങ്ങനെ ശബരിമല വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ. 18-ാം പടിയൊക്കെ ഓരോ പടിയും തൊട്ട് തൊഴുത് കയറാൻ പറ്റിയെന്ന് രംശേട്ടനും അച്ഛനും അമ്മയ്ക്കൊന്നും ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ, ഒരു സിനിമ പോലെ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. സുഖസുന്ദരമായി ഓരോ പടിയും തൊട്ട് തൊഴുത് കയറി ഇത്രയും ഒരു തിരക്കില്ലാതെ ഒരുപാട് തവണ തൊഴുത് അങ്ങനെ ഭയങ്കര അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു വോയിസ് ഓവറാണ് കൊടുക്കണം. പക്ഷെ പോയ അവരുടെ ഒരു ഫീലിംഗ് എനിക്ക് ഇത് കാണുമ്പോഴാണ് മനസ്സിലാവണത് കേട്ടോ. പിന്നെ നമ്മൾ ആ മുന്നേ പോയിട്ടുള്ള ഓർമ്മകളും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് അയവറക്കാൻ പറ്റുമല്ലേ. നെക്സ്റ്റ് ഡേ 1-ാം തീയതി ആയപ്പോഴേക്കും സീനൊക്കെ ഒന്ന് മാറിയില്ലേ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവർ നന്നായി തൊഴുതു എന്ന് തന്നെയാണ് പറഞ്ഞത്. രാത്രി തൊഴുത് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് സുഖമായിട്ട് തൊഴുത്. കാരണം ഇപ്പോൾ ഒരു സീസണും കാര്യങ്ങളൊന്നുമല്ലല്ലോ, വൃശ്ചിക മാസം ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് തൊഴുതു എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റ് തൊഴുത് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഇറങ്ങാൻ പറ്റി. കാരണം വെയിലാവുന്നതിന് മുന്നേ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അമ്മയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം എന്താവും, വയ്യാതെ ആവോ കയറുമ്പോൾ. പക്ഷേ അതെല്ലാവരും ടെൻഷനാണെങ്കിലും സുഖമായിട്ട് നമുക്ക് ഇറങ്ങാനും കയറാനൊക്കെ പറ്റി. ഇരിക്കുന്ന ഒരാൾ നോക്കിയൊക്കെ വരുന്ന വഴി ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. കാരണം മഴയായിരുന്നല്ലോ, അപ്പോൾ പാമ്പും അതൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ എന്നാലും യാതൊരു കുഴപ്പം കൂടാതെ സുഖസുന്ദരമായി അവർ കയറി ഇറങ്ങി ഒക്കെ വന്നു. അപ്പോൾ ആർക്കെങ്കിലും ശബരിമല ഇതുവരെ പോയിട്ടില്ലെങ്കിൽ പോകണമെന്നൊരാഗ്രഹം ഉണ്ടാവും. അവർക്കിതൊന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാവും. അതല്ല, പോയവർക്ക് ഇതൊക്കെ ഒന്ന് അയവറക്കാൻ. ഇപ്പം ഞാൻ 4 പഠിക്കുമ്പോൾ പോയതാണ്. അപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ. പമ്പയിൽ കുളിച്ചതും ഭസ്മക്കുളത്തിൽ കുളിച്ചതും ഒക്കെ. പിന്നെ പോയി വന്നു കഴിഞ്ഞാലുള്ള ചടങ്ങ് എല്ലാവർക്കും അറിയാം. ഇത് പാഴ്സൽ ചെയ്യുക എന്നുള്ളതാണ്. ശബരിമലയിൽ ആരെങ്കിലും പോയി വന്നാൽ അപ്പം അരവണ എനിക്ക് എൻ്റെ ഫേവറേറ്റ് അപ്പാണ് കേട്ടോ. പിന്നെ പൂജിച്ച സാധനങ്ങൾ ആർക്കൊക്കെ ഉണ്ട് അവർക്കൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഇത്രയും പാക്കറ്റുകളിലാക്കി പാക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി രംശേട്ടൻ്റെയാണ്. അതൊക്കെ ചെയ്തു.
ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഉണ്ടായിരുന്നു ശബരിമല യാത്രയൊക്കെ കഴിഞ്ഞു? ശബരിമല യാത്രയൊക്കെ അടിപൊളിയും നല്ല അടിപൊളി ദർശനമായിരുന്നു. ശബരിമലയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എടുത്തു വെച്ച പോലുള്ള ദർശനം, കുറേ കാലത്തിന് ശേഷം പോകല്ലേ, അതുകൊണ്ട് നല്ല ദർശനം കിട്ടി. ആദ്യത്തെ ദിവസം നല്ല ദർശനമായിരുന്നു, കാരണം തിരക്കുണ്ടായിരുന്നില്ലല്ലോ, ജസ്റ്റ് അന്ന് തുറന്നല്ലേ ഉള്ളൂ വൈകുന്നേരം. അപ്പം അന്ന് ശരിക്കും നല്ല അടിപൊളിയായിട്ട് തിരക്കൊന്നുമില്ലാതെ ലാസ്റ്റ് ഹരിവരാസനം ചെല്ലുന്ന സമയത്താണ് ഞങ്ങളവിടെ എത്തുന്നത്. അപ്പോൾ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് 18ാം പടിയിൽ, ആക്ച്വലി 18ാം പടിയിൽ ആരും ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും മുകളിൽ കയറി താഴെ അടച്ചു തുടങ്ങിയത്. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കയറിയിട്ട് 18ാം പടി ഒറ്റയ്ക്ക് കയറിയിട്ട് ഇങ്ങനെ തൊഴുതുന്ന പോലുള്ള ഒരു ഫീലായിരുന്നു. രണ്ടാമത്തെ ദിവസം പിറ്റേ ദിവസം നമ്മൾക്ക് 1-ാം തീയതി ആയില്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല സുഖമായിട്ട് ദർശനം, നല്ല മുന്നിൽ നിന്ന് നല്ല ദർശനം, ഒരു വഴിപാടൊക്കെ കഴിച്ച് സുഖമായിട്ട് പോകുമ്പോൾ കുറച്ച് മഴ ഉണ്ടായിരുന്നു കയറുന്ന സമയത്ത്. മഴയാണ്, എന്താണ് ഇവിടെ. ഞങ്ങൾ വന്ന ഒരു 3-4 ദിവസം നല്ല ചൂടായിരുന്നു, പക്ഷെ അതിനുശേഷം പിന്നെ നല്ല മഴ തുടങ്ങി. പിന്നെ നല്ല മഴ തുടങ്ങി, അതെന്തായാലും അടിപൊളിയായി. ചൂട് ആദ്യത്തെ 2 ദിവസം ചൂടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ചൂടൊക്കെ മാറി, നല്ല വർഷക്കാലം തുടങ്ങി. വർഷക്കാലമായി, അപ്പൊ ശരിക്കും വർഷക്കാലമായി. ബോംബെയിലും മഴ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. ശബരിമല പോയി വന്നപ്പോഴേക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് മാറി. ഭയങ്കരമായ മഴ, സാധാരണ മെയിൽ ഇങ്ങനെയൊന്നും മഴ ഉണ്ടാവാറേ ഇല്ല. അങ്ങനത്തെ മഴയും കാര്യങ്ങളും ചില ദിവസം ഇതുപോലെ മൂടിക്കെട്ടി. അങ്ങനെ ഞാൻ പല ദിവസങ്ങളിലായിട്ടുള്ള വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് ഒരു ദിവസം മാത്രമായിട്ട് എടുത്തതല്ല, പല ദിവസങ്ങളായിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. മഴയായ കാരണം നമ്മൾ ഇപ്രാവശ്യം എവിടെയും പോയിട്ടില്ല, വീട്ടിൽ മഴ ഇരുന്ന് ആസ്വദിച്ചു. അത് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം കറങ്ങലോ പിടിക്കലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ആസ്വദിച്ചു. ഇത് ഫുള്ള് പവിഴമല്ലിയാണ് കേട്ടോ. എന്ത് രസമല്ലേ, മഴയായപ്പോൾ പവിഴമല്ലിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണ്. ഇത് അമ്മമ്മയുടെ സ്വന്തം പൂച്ച. ഇതിൻ്റെ കഥ ഞാൻ എന്തായാലും പറയാം കേട്ടോ. ഒരു 2-3 ദിവസം പേടിപ്പെടുത്തുന്ന മഴയും കാറ്റൊക്കെ ആയിരുന്നു അല്ലേ. മഴ ശരിക്കും പറഞ്ഞാൽ രസമാണെങ്കിൽ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യുന്നവർക്കും ഇതൊന്നും മഴ വലിയൊരു രസമായിട്ട് ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ. കാരണം ഈ ഒരു കാറ്റും മഴയൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ വിളിച്ചു വരുത്തും അല്ലേ. വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അത് മാത്രമല്ല വീട് മുഴുവൻ ഇരുട്ടായി കണ്ടോ. ഇതിപ്പോൾ പകലാണ്, പക്ഷേ ഇരുട്ടാണ്, ലൈറ്റ് ഇട്ടാൽ പോലും എന്താ പറയുക, ഈ ഒരു വെളിച്ചേ ഉള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷേ എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു ഭയങ്കരമായ മഴ ഒരു ചെറിയൊരു പേടിയാണ് കേട്ടോ. ഇത് പല ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് വേറൊരു ദിവസമാണ്, പക്ഷേ ഏത് ദിവസം രാവിലെ ചായ കുടിക്കാൻ ഞാൻ എണീറ്റ് വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നമുക്ക് പോവേണ്ട 1-2 വീടുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇപ്രാവശ്യം 2 വീക്സ് നാട്ടിൽ വന്നു എന്നല്ലാതെ എവിടെയും ഈ മഴ കാരണം പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ 2 വീട്ടിലും അത്യാവശ്യം ഉള്ളവരെയൊക്കെ വീട്ടിൽ പോകുകയെന്നുള്ളത് എന്തായാലും ചെയ്യണം. വേറെ എവിടെയും നമുക്ക് പോകാൻ പറ്റില്ല വെച്ചാലും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ രംഷേൻ്റെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണേ. ഇപ്പോൾ അറിയാലോ, ഹൈവേ ഒക്കെ വളാഞ്ചേരിയിൽ നിന്ന് അങ്ങോട്ടുള്ള ഹൈവേയും ഇതൊക്കെ വളരെ പെട്ടെന്ന് എത്തും. കാടാമ്പുഴയാണ് ചെറിയമ്മയുടെ വീട്. സോ ഒരു 10-15 മിനിറ്റിലെത്തും. പണ്ടൊക്കെ ഒരുപാട് ദൂരം വേണ്ടിയിരുന്നു. ഇപ്പോൾ ആ ഫ്ലൈ ഓവറും ഹൈവേയും ഒക്കെ വന്ന കാരണം വളരെ പെട്ടെന്ന് എത്തും. അങ്ങനെ കാടാമ്പുഴ അമ്പലം ഇപ്പം നിങ്ങളൊന്ന് കണ്ടു. വന്ന ദിവസം വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ പറയുകയാണേ, ഈ വേൾഡിലെ 70% ഫോറസ്റ്റും ഈ വീട്ടിലാണല്ലോ. കാരണം അവൾക്ക് ഇങ്ങനെ ബോംബെയിലൊന്നും ഇങ്ങനെ ഒരു ഇത് കാടില്ലല്ലോ. അപ്പോൾ അവൾക്ക് എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ തോന്നും, ഇത് എന്താ അത് ഒരു കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ 70% ഫോറസ്റ്റ് വേൾഡിൽ ഇവിടെ എത്രയുള്ളത്. അവളിങ്ങനെ ഓരോന്ന് പറയും തമാശയായിട്ട്. ഈ മാങ്ങയാണ് കേട്ടോ, നീലം മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പക്ഷേ ഈ മാങ്ങയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ഇതിൽ പെട്ടെന്ന് പുഴു വരും. ഇത് പഴുത്തൂന്ന് പോലും നമുക്ക് തോന്നണ്ട. അതിന് മുന്നേ ഇതിൽ അൽഫോൻസ മാങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ പച്ചോട് കൂടി നേരം പോലെ പൊട്ടിച്ച് വെച്ചാലും അത് പഴുക്കുമ്പോഴേക്കും അതിൽ പുഴു വരും. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം. കിട്ടിക്കഴിഞ്ഞാലാണെങ്കിൽ സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം കുറേ മാങ്ങയും ചക്കയും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഒരാഴ്ചയായിട്ടുള്ളൂ ഞാൻ വന്നിട്ട്, വെറും 1 വീക്ക്. പക്ഷേ ചക്കയും മാങ്ങയുടെയും എഫക്റ്റ് എൻ്റെ ശരീരത്തിൽ കണ്ടു. ഇതിനെ 1-2 ദിവസം കഴിച്ചാൽ മതി, ആ ഒരു എഫക്റ്റ് ശരീരത്തിൽ കാണും.
ഇപ്രാവശ്യം വന്നിട്ട് കുറേ ചക്കയും മാങ്ങയൊക്കെ കഴിച്ചു. പക്ഷെ മഴ പെയ്തപ്പോഴേക്കും ചക്കയുടെയൊക്കെ ടേസ്റ്റ് മാറി തുടങ്ങും. ഒരു വെള്ളം വീണിട്ട് അതിൻ്റെ ഒരു മധുരം വല്ലാതുള്ളതൊന്ന് കുറഞ്ഞു തുടങ്ങും. എന്നാലും അവസാനത്തെ ചക്കയും കൂടെ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് വെറും 10 ദിവസമായിട്ടേ ഉള്ളൂ വെച്ചാലും 10-12 ദിവസമായിട്ടേ ഉള്ളൂ വെച്ചാലും എൻ്റെ 2 ചക്കയും മാങ്ങയും കഴിച്ചത് മൊത്തം എൻ്റെ ശരീരത്തിൽ നന്നായിട്ട് കാണും. ഇനി തിരിച്ച് ചെന്നിട്ട് വേണം എനിക്ക് എന്താ പറയുക തടിയൊക്കെ ഒന്ന് കുറയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ എന്നാലും നാട്ടിൽ നിൽക്കുമ്പോഴല്ലേ ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാരണം ഞാനാണെങ്കിൽ ഒരു ഭയങ്കര മാങ്ങ ചക്ക ഫാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നന്നായി കഴിച്ചു. ഇത് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ചെയ്ത കുറച്ച് കലാപരിപാടികളൊക്കെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അമ്മമ്മയും പറയാം കേട്ടോ. ഇല്ല പൂച്ചെടിയാ നല്ല പൂവ് ഏകദേശം 5-6 പൂവുണ്ട്. അതിങ്ങനെ പറഞ്ഞിട്ട് നല്ല മഴയാണ്. നല്ല കോരിച്ചൊരിയണ വിചാരിച്ചായിരുന്നു ഇതാ കോരിച്ചൊരിയണ മഴ വരുന്നുണ്ട്. കാലവർഷത്തിന് തുടക്കാൻ നല്ല മഴ ഉണ്ടാവും പേപ്പറിലൊക്കെ ഉണ്ടല്ലോ. നല്ല ഇരുട്ട് ആകെ മൊത്തം. ഇപ്പം സമയം എത്ര 11 മണി. ഇന്ന് കല്യാണമുള്ളവരുടെ കാര്യമാണെങ്കിൽ ഞാൻ ആലോചിക്കണം. ഭയങ്കര മഴ ഇന്നലെ മുതൽ ഭയങ്കര ശക്തമായ മഴ. രംഷേട്ടൻ്റെ ഫ്ലൈറ്റ് നമ്മുടെയൊക്കെ പോക്ക് എന്താവുമോ എന്തോ ഇങ്ങനെ മഴയാണെങ്കിൽ എനിക്ക് രംഷേട്ടൻ്റെ കൂടെ ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. എനിക്ക് ഈ മഴയത്ത് പോകാൻ നല്ല പേടി ഫ്ലൈറ്റിൽ ടർബുലൻസ്. അയ്യോ ഞാനും മിത്തും ഭയങ്കര കഷ്ടമായിരിക്കും മിത്തുൻ്റെ കാര്യം. മഴ പെയ്തു. അപ്പം മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് നിന്ന സമയത്ത് ഞാനും രംഷേട്ടനും കൂടെ ഞങ്ങൾ വളാഞ്ചേരിക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഈ മഴ പെയ്യുമ്പോൾ ഏറ്റവും വലിയ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുണികളൊക്കെ ഉണങ്ങുക എന്നുള്ളത് എൻ്റെ ദൈവമേ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ കാണാൻ തന്നെ രസമുള്ളൂ. അതിൻ്റെ കുറേ പ്രശ്നങ്ങളും കൂടിയുണ്ട്. പക്ഷേ എന്നാലും നാട്ടിലെ മഴയ്ക്ക് ഒരു പ്രത്യേക ഫീലല്ലേ, ആ ഒരു പച്ചപ്പും ഹരിതാഭയും എല്ലാം കൂടെ. അപ്പോൾ നമ്മൾ വളാഞ്ചേരി പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല അച്ഛനും അമ്മയൊക്കെ സദ്യക്ക് പോയി. അപ്പോൾ നമ്മളിന്ന് പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, വെജ് ബിരിയാണി. അപ്പോൾ നമ്മൾ കാർ എടുക്കാൻ വേണ്ടി കാറിൻ്റെ ചാവി വീട്ടിലെ വീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ക്വാറൻറ്റൈൻ ഇരുന്ന 15 ദിവസം ഇരുന്ന വീടാണ്. ഇവിടെ നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഓർമ്മ പുതുക്കാൻ. കാരണം ഞാൻ ഇപ്പോൾ അങ്ങനെ കഴിഞ്ഞ 2 വർഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മളെ അങ്ങനെ വരാറില്ലല്ലോ, നമ്മൾ അവിടെ തന്നെ അല്ല. അപ്പോൾ ഇന്നിപ്പോൾ അത് ചാവി എടുക്കാനൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം ഈ വീട് എന്നുള്ളത്. ഈ ഒരു അടുക്കളയിലിരുന്ന് നമ്മൾ 15 ഡേയ്സ് ക്വാറൻറ്റൈനിലിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയില്ലേ, മാമ്പഴപ്പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള 15 ദിവസം ഇവിടെ ഇരുന്നു മുംബൈയിൽ നിന്ന് വന്നപ്പോൾ കോവിഡ്. ഇപ്പൊ വീണ്ടും കോവിഡ് ഇങ്ങനെ കേട്ടപ്പോൾ ഒരു ഓർമ്മ. അയ്യോ അതെ അതന്നെ, അതിന് മുന്നേ വേഗം സ്ഥലം ഇടണം. കാറ് കയറിയപ്പോഴേക്കും പിന്നെ ഇതേ മഴ തുടങ്ങി. അങ്ങനെ നമ്മൾ വളാഞ്ചേരി പോയിട്ട് ബിരിയാണിയും അതുപോലെ തന്നെ ഗോബി 65 സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഈ ഒരു മഴക്കാലമായ എനിക്ക് നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയൂ കേട്ടോ. നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒന്നെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ വീട്ടിൽ കഴിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുക, അതിങ്ങനെ ഉമ്മർത്തിരിക്കുക, മൂടി പുതച്ച് കിടന്നുറങ്ങുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മഴക്കാലമായ നമുക്ക് തോന്നുന്നല്ലേ. സാധാരണഗതിയിൽ അങ്ങനെ പറ്റാറില്ല. കാരണം മിക്കപ്പോഴും നല്ല മഴക്കാലം തുടങ്ങുക സ്കൂൾ തുറക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞയക്കാൻ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. വളരെ അപൂർവമായിട്ടേ ഇങ്ങനെ ഹോളിഡേയ്സ് ഉള്ള സമയത്ത് നമുക്ക് മഴക്കാലം കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ചൂട് പരിപ്പുവടയോ സാധനങ്ങളോ ഒക്കെ കഴിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, ഉമ്മർത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയുക. ഇതിലപ്പുറം ഒന്നും ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഉണ്ടായിട്ടില്ല. അത്ര രസമായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ചൂടും അനുഭവിച്ചിട്ടില്ല കേട്ടോ. നല്ല അടപ്രഥമനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നാട്ടിലെ വിശേഷങ്ങൾ. ഒരു 4-5 ദിവസത്തെ വ്ളോഗ് എല്ലാം കൂടെ കുഴച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മഴക്കാലവും നാട്ടിലെ മഴയും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളും ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ആസ്വദിച്ചു കേട്ടോ. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ കേട്ടോ നാട്ടിൽ. അപ്പോൾ ആ ദിവസങ്ങളും കൂടെ ഇതുപോലെ മഴ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് മാക്സിമം എല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഈ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയായിട്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ എന്നും കൂടെ പറയുന്നു കേട്ടോ. കാരണം അത്ര മഴയായതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബൈ.